ഈ ദിവസങ്ങൾ പരിശുദ്ധ ആത്മാവ് അതിശക്തമായി നമ്മുടെ ഇടയിൽ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ദിവസം നമ്മളെ തന്നെ പിടിച്ചൊതുക്കാതെ, നമ്മുടെ ശക്തി കാണിക്കാതെ, നമ്മുടെ പവർ കാണിക്കാതെ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളിൽ കൂടി എന്താണ് ആഗ്രഹിക്കുന്നത്, ആ നിലവാരത്തിലേക്ക് ഈ ദിവസങ്ങൾ ദൈവമക്കൾ എത്തിച്ചേരേണ്ടതിനായി ആത്മാർത്ഥതയോടെ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുള്ള സമയങ്ങൾ നമ്മൾ ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും കൂടി ദൈവാശ്രയത്തോടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം. ഇന്ന് രാത്രി ചില ചലനങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ രാത്രി കഴിയുന്നതിന് മുമ്പായി ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുന്ന കർത്താവാണ്. ഇന്ന് രാത്രി 18ാമത്തെ രാത്രി ആഗ്രഹത്തോടെ ആരൊക്കെ മുഴങ്കാലം മടക്കിയിരിക്കുന്നു അവരെ ഇന്ന് രാത്രി ദൈവം തൃപ്തിപ്പെടുത്തിയ മടക്കി അയക്കുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം നമ്മുടെ അകത്തൊരു കനല് വീണിരിക്കുക. ഈ ദിവസം ആ കനല് കെടുത്തിക്കളയാനല്ല, ഈ ദിവസം ആമി തട്ടാൻ ഉലയിൽ ആമി ഊതുന്നത് പോലെ ഇന്ന് രാത്രി നമ്മൾ അത് ഊതി 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 അതിനെ കത്തിച്ച് ഒരു കെടാ വിളക്കാക്കി ഒരു വലിയ പ്രകാശമാക്കി മാറുന്ന ദിവസങ്ങളായി തരേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഒരു അസാധാരണ വിടുതൽ ഇവിടെ സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അസാധാരണ ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളൊരു സ്തോത്രം പറയുമ്പോൾ അതിനകത്ത് ദൈവശക്തിയുണ്ട്. നമ്മളൊരു ഹല്ലേലൂയ പറയുമ്പോൾ അതിനകത്ത് ദൈവശക്തിയുണ്ട്. നമ്മൾ അന്യഭാഷ പറയും അതിനകത്ത് ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ പറയുന്ന വചനത്തിനകത്തും ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ പാടുന്ന പാട്ടിനകത്ത് ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ അടിക്കുന്ന കരത്തിനകത്ത് ദൈവശക്തിയുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളുടെ ചലനകത്തി പോലും ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുമെന്ന് അതിശക്തമായി വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി കൂട്ടത്തിന്റെ നടുവിലേക്ക് ദൈവം ചെയ്തെടുക്കുവാൻ കഴിയുന്ന രാത്രിയാണെന്ന് വിശ്വാസമുള്ള ദൈവമക്കള് ഇന്ന് രാത്രി അല്പസമയ അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കാം. ഈ ദിവസങ്ങൾ തുടർമാനമായി നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയോ ആമേ കർത്താവിൽ ബലപ്പെടുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. ഈ ദിവസം ഉപവാസ പ്രാർത്ഥന തീരുവാൻ ചില ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ദൈവമേ ഇതുവരെ എനിക്കൊന്നും പ്രാപിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് പോകല്ല. ദൈവം എനിക്ക് ചിലത് പ്രാപിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വലിയ ആത്മധൈര്യത്തോട് ആത്മബോധത്തോടുകൂടി ഈ ദിവസങ്ങൾ പുറത്തിറങ്ങണ ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശ്വസിക ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ആഴ്ച നമുക്ക് കുരുവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ആ കുരുവാക്യം ഇന്ന് രാത്രി ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് രാത്രി വായിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അമ്മ മുള്ളിനിടയിൽ വീണത് പോലെയല്ല, അമ്മ പാറസ്ഥലത്ത് വീണത് പോലെയല്ല, വടിയരികെ വീണത് പോലെയല്ല, നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി ഇന്ന് രാത്രി ഇവിടെ ഫലം കായ്ക്കട്ടെ കർത്താവേ. ഒരു വലിയ കിളിർപ്പ് ഇവിടെ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. അഭിഷേകം നുകത്തെ തകർക്കുന്നു. ഇന്ന് രാത്രി ചില നുകങ്ങൾ ഇവിടെ തകരും. യേശുവിന്റെ നാമത്തില് ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ ദൈവം ബലപ്പെടുത്തണമേ, അടിയന ദൈവം ശക്തീകരിക്കുമാറാകണമേ. ഏത് ആത്മാവിന് എഴുതപ്പെട്ടോ അതേ ആത്മാവിന്റെ രാത്രി ശുശ്രൂഷിപ്പാനുള്ള കൃപ ദൈവം ഇവിടുന്ന് പകരുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത സകല ആത്മാക്കളോ എല്ലാ ദുരാത്മാവിന്റെ ശക്തികളോ ഇന്ന് രാത്രി ഇവിടുന്ന് അഴിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ദൈവാത്മാവിന്റെ പ്രവൃത്തി മാത്രം, ദൈവാത്മാവിന്റെ സ്പർശനം മാത്രം, ദൈവാത്മാവിന്റെ സാന്നിധ്യം മാത്രം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുവാൻ ഞങ്ങളെയോടെ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ വാക്യം ഒന്നുകൂടെ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതുകൊണ്ട് തമിഴിൽ വായിച്ചാട്ടെ. ശ്രദ്ധിച്ച്, നമ്മളുള്ള കൃപാവരത്തെ എന്ത് ചെയ്യണം? ഒന്ന് നമ്മളുടെ കൃപാവരത്തെ. അപ്പൊ നമ്മളിനകത്ത് എന്തുണ്ട്?
കൃപാവരമുണ്ട്. ഒന്ന് എന്ത് ചെയ്യുന്നു? കൃപാവരമില്ലാത്തവർ എന്ത് ചെയ്യണം? അത് പ്രാപിക്കണം. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഒന്ന്, കൃപാവരമില്ലാത്തവർ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൃപാവരമില്ലാത്തവർ ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യണം? കൃപാവരം പ്രാപിക്കണം. രണ്ട്, കൃപാവരമുള്ളവർ ഇന്ന് രാത്രി എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കുറെ കരിക്കട്ടകൾ കൂട്ടിയിട്ട് അതിനകത്ത് ചെറിയൊരു തീ അങ്ങോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു കുഴൽ കൊണ്ട് ഇങ്ങനെ ഊതി മണിക്കൂറുകളിൽ നിന്ന് ഊതി കഴിയുമ്പോൾ എന്നറിയാമോ? ആ കരിക്കട്ടയെല്ലാം തീയായി മാറും. വലിയൊരു തീയായി മാറിയിട്ട് അതിനകത്ത് പിന്നെ കരിക്കട്ടയില്ല, അതെല്ലാം നല്ല ചുമന്ന് തീയായി മാറുന്നത് പോലെ 21 ദിവസം, ഈ 18 ദിവസം എന്ത് ചെയ്യുന്നു? ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ, മങ്ങിപ്പോയ ചില കൃപാവരങ്ങൾ അനേകരുടെ അകത്തൊളിഞ്ഞു കിടക്കുമ്പോ ഈ ദിവസം പാടിയും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും കൊണ്ട് ഒരു കുഴലിക്കൊക്കെ ഊതുന്നത് പോലെ ഈ ദിവസം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും കൊണ്ട് ആത്മാവിൽ നമ്മൾ ബലപ്പെടുമ്പോ ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ഈ ദിവസങ്ങൾ അനേക കരിക്കട്ടകൾ ഈ ദിവസങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക കരിക്കട്ടകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ഒരു തീയായിട്ട് ഓരോ ജനഹൃദയത്തിനകത്തേക്ക് കത്തി ജ്വലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവൻ മാറിമറിയുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അഗ്നിനാളങ്ങളായി ഈ ദിവസങ്ങൾ പുറത്തു വരുമെന്ന് വിശ്വാസമുള്ള ദൈവ മക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൃപാവരത്തെ ജ്വലിപ്പിക്കുക. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൃപാവരമില്ലാത്തവർ കൃപാവരം പ്രാപിക്കുക. ഈ 21 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിദാസൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടി അല്ല നമ്മൾ കാത്തിരിക്കുന്നത്. വസ്തു വാങ്ങിക്കാനോ, വീട് വാങ്ങിക്കാനോ, കാറ് വാങ്ങിക്കാനോ, പിള്ളേരെ കെട്ടിക്കാൻ വേണ്ടിയല്ല 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നത്. എന്തെങ്കിലും കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടിയാ. അതിനുവേണ്ടി ഈ 21 ദിവസം വാഹനം ഓടിച്ചും നടന്നും കഷ്ടപ്പെട്ടും ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണത്തോടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇതുവരെയും കൃപാവരം എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അല്ല, കഴിഞ്ഞ നാളുകൾ ഞാൻ പ്രാപിച്ചതാണ്, ഞാൻ ഒത്തിരി പ്രവചിച്ചതാണ്, ഞാൻ കൈവെക്കുമ്പോൾ ഭൂതം അലറി ഓടിയതാണ്, ഞാൻ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതാണ്, എനിക്ക് കൃപാവരം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ദിവസങ്ങൾ ജ്വലിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നു ഇന്ന് രാത്രി ഹോളിനകത്തിൽ വന്നത് നമ്മുടെ അകത്തുള്ള ചിലത് ജ്വലിക്കുവാൻ വേണ്ടിയാ. വിശ്വസിക്കുക ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ആത്മദാഹമുള്ളവര്, ഇന്ന് രാത്രി ആത്മദാഹമുള്ളവര്, ഇന്ന് രാത്രി ദർശനമുള്ളവര്, ഇന്ന് രാത്രി വൈരാഗ്യമുള്ളവര്, എനിക്ക് ചിലത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ചിലത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. അപ്പ ഇന്ന് രാത്രി എന്നെ വെറുതെ അയക്കല്ലേ, ഇന്ന് രാത്രി എന്നെ നിരാശയോട് അയക്കല്ലേ. എന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയത്, അമ്മയോട് ഉദരത്തിനെ കണ്ട ദൈവം, പിണ്ടാകാരം എഴുതപ്പോൾ അകഞ്ഞ ദൈവം, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ പ്രകാരം എന്നെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ട് തലങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടണം. ഒന്ന്, കൃപാവരം പ്രാപിക്കണം. രണ്ട്, പ്രാപിച്ചവർ ജ്വലിപ്പിക്കണം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? വിശ്വസിക്കുക ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അകത്ത് വൈരാഗ്യം അകത്തുണ്ടോ? അകത്തൊരു വാശി അകത്തുണ്ടോ? എന്തിനെന്നറിയാമോ? അപ്പുറത്തുകാരന്റെ പേരിലുള്ള ആ വാശിയല്ല, ഈ ദിവസം എനിക്ക് ചിലത് പ്രാപിക്കണമെന്നുള്ള, എന്റെ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരണോ. എന്നെ നിന്ദിച്ചവരുടെ നടുവില്, എന്നെ മാനിച്ചവരുടെ നടുവില്, എന്നെ പൊട്ടക്കണ്ണി എന്ന് പറഞ്ഞവരുടെ നടുവില് എനിക്ക് ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. എനിക്ക് ചില അഭിഷേകത്തിന് ശുശ്രൂഷ, അധികാരത്തിന് ശുശ്രൂഷ, ദൈവാത്മാവിന്റെ ശുശ്രൂഷ ഈ ദിവസം എനിക്ക് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി മുന്നോട്ട് പോകാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്തെ. വായിച്ച തമിഴിൽ വായിച്ചാട്ടെ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ എന്ത് ചെയ്തു?
പ്രാപ്തരാക്കി. അപ്പൊ നമ്മൾ ഏത് ശുശ്രൂഷകന്മാരാ? പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാ. എബ്രായ ലേഖനം 10:9 ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നാമത്തേത് നീക്കി രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയാ വന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ന്യായപ്രമാണം അക്ഷരത്തിന്റെ പ്രമാണമാണ്, അത് കല്ലിന്മേൽ കൊത്തിവെച്ച പ്രമാണമാണ്. എന്നാൽ കൃപയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്ന ആത്മീയ ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി ദൈവം നമ്മളെ വേർതിരിച്ചതോർത്ത് ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമീൻ. അടുത്ത വാക്യം താപ്പോട്ട് പെട്ടെന്ന് വായിച്ചാട്ട്. ആ ആ ആ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതുമായ മോശയുടെ മുഖത്തെ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വേണം തേജസ്സുള്ളതായെങ്കിൽ. ആ വാക്യ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ. മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ മുഖത്ത് നോക്കിക്കൂടാതെ വേണം തേജസ്സുള്ളതായെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. മോശ ഉപവാസം കഴിഞ്ഞ് ആമീൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോ മോശയുടെ മുഖത്ത് നോക്കി സാജനത്തിന് കഴിഞ്ഞില്ല. അത്രയ്ക്ക് മോശയുടെ മുഖം തേജസ് ആയിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കല്ലിന്മേൽ കൊത്തിയ ശുശ്രൂഷയിൽ ഇത്ര വലിയ തേജസ് വെളിപ്പെട്ടെങ്കിൽ ആമീൻ താഴെ ഒന്ന് വായിച്ചേ. ആ ആ ആ ഓ പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വേണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലേ? ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അക്ഷരത്തിന്മേൽ കൊത്തിയ ശുശ്രൂഷയ്ക്ക് എത്ര വലിയ പവറും തേജസ് ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ ഇത് തേജസ്സിന്റെ ശുശ്രൂഷയല്ല, തേജസ്സിന്മേൽ തേജസ്സേറിയ ശുശ്രൂഷയാണ്. ആമേൻ. ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ എഴുതി വെച്ച ശുശ്രൂഷക്കാരല്ല, നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് തേജസ്സിന്മേൽ തേജസ്സേറിയ ശുശ്രൂഷയാണ്. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അഭിഷേകം എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് ഒരു വ്യക്തി അഭിഷേകം ചെയ്യുന്നത് തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഴയ നിയമകാലത്ത് ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യുന്ന തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. ഈ സാധനം എല്ലാം കൂടെ വാവിട്ട് നിലവിളിച്ചു. അയൽ രാജ്യത്ത് രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്കും വേണം രാജാവിനെ. ദൈവം പറഞ്ഞു, വേണ്ട, ഞാനാണ് നിങ്ങളെ നയിക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ രാജാവ്. ഇല്ല, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ഈ സാധനം വാവിട്ട് നിലവിളിച്ചപ്പോ ആമേൻ ദൈവം സമ്മതിച്ചു. എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ രാജാവായ ആമേൻ ശൗലിനെ ഇസ്രായേലിന് വേണ്ടി അഭിഷേകം ചെയ്യുവാനിടയായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ശൗൽ എന്ത് ചെയ്യുന്നറിയാമോ? അഭിഷേകം നഷ്ടപ്പെട്ടവനായി ആമേൻ മുന്നോട്ട് പോയപ്പോ ദൈവം ആമേൻ എന്ത് ചെയ്യുന്നു? ശൗമേലിനോട് പറഞ്ഞു, ശൗമേലേ, ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കൊരുവനെ അഭിഷേകം ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ മേൽ പകർന്ന അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശുശ്രൂഷ അതുകൊണ്ട് അവസാനിച്ചില്ല. നിനക്ക് പകരം വേറൊരുത്തനെ ദൈവം എഴുന്നേൽപ്പിക്കൂ. ദൈവത്തിന്റെ വേല അതുകൊണ്ട് തീരത്തില്ല, ദൈവത്തിന്റെ ശുശ്രൂഷ അതുകൊണ്ട് തീരത്തില്ല. നിന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നീ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് ചെയ്ത അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരൂ, അത് ദൈവനാമ മഹത്വമായി തീരൂ. അത് എനിക്കിത് ചെയ്യാൻ വയ്യ, എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ശുശ്രൂഷ പകുതി കൊണ്ട് നീ പര്യവസാനിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് അവസാനിക്കത്തില്ല. ഒരു ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം ഒരു ദാവീദിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. എത്ര ദൈവമൊക്കെ രാത്രി വിശ്വസിക്കുന്നു, നിനക്ക് തന്ന പ്രവചനം, നിനക്ക് തന്ന വെളിപ്പാട്, നിനക്ക് തന്ന ശുശ്രൂഷ നീ നഷ്ടപ്പെടുത്തിയ നിനക്ക് പകരം വേറൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറ, എന്റെ ശുശ്രൂഷ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, എന്റെ വെളിപ്പാട് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, എന്റെ ആരാധന ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, എന്റെ കൃപാവനം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല, എന്റെ പ്രവചനം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എനിക്കിത് ജ്വലിപ്പിക്കണം, എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണമെന്ന് അകത്ത് വൈരാഗ്യമുള്ള, അകത്ത് വാഞ്ചയുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഹല്ലേലൂയ. ഇശായിയെ സൗമേലേ നീ തൈലക്കൊമ്പ് എടുത്ത് ഇശായിയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. സൗമേല് തൈലക്കൊമ്പ് ഇശായിയുടെ വീട്ടിലേക്ക് ചെന്നു. ഇശായിക്ക് വലിയ സന്തോഷമായി, ഇശായിക്ക് വലിയ ആനന്ദമായി. കണ്ട ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചകന്റെ കൂടാരത്തിനകത്തിൽ വന്നെന്നറിഞ്ഞപ്പോ ഇശായിക്ക് വലിയ സന്തോഷമായി. യജമാനന്റെ എന്താണ് ഇങ്ങോട്ട് വന്നത്? സൗമേല് പറഞ്ഞു, ഇവിടെ ഒരുവനെ അഭിഷേകം ചെയ്യാനുണ്ട്. ഇശായിയുടെ കണ്ണ് പെട്ടെന്ന് എങ്ങോട്ട് പോയെന്നറിയാമോ? നല്ല ആരോഗ്യ വിദ്യാഭ്യാസമുള്ള മൂത്ത മകന്റെ മേൽ ഈശായിയുടെ കണ്ണുപോയി. ഈശായി എന്ത് ചെയ്യുന്നറിയാമോ? നല്ല ആരോഗ്യം കഴിവും മിടുക്കുമുള്ള മൂത്ത മകനെ സൗമേലിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, യജമാനനെ ഇവൻ നല്ല കഴിവുള്ളവനാണ്, ഇവൻ യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയപ്പോ, ഇല്ല ഇവനെയല്ല അഭിഷേകം ചെയ്യേണ്ടത്, അടുത്തവനെ കൊണ്ടു നിർത്തി. ഇവനെയുമല്ല അഭിഷേകം ചെയ്യേണ്ടത്. ആ ഭവനത്തിനകത്തിൽ ഈശായിക്കുള്ള 7 മക്കളെയും കൊണ്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഇവരെ ആരെയുമല്ല എനിക്ക് അഭിഷേകം ചെയ്യാനുള്ളത്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, മനുഷ്യൻ മുഖം നോക്കുന്നു, ഞാനോ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നിന്റെ ക്വാളിറ്റി കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്, നിന്റെ ഡിഗ്രി കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്, നിന്റെ വിദ്യാഭ്യാസം കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്, നിന്റെ കുടുംബ പാരമ്പര്യം കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്, നിന്റെ സാമർത്ഥ്യം കണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നത്. നിന്റെ വീട്ടിൽ നീ നല്ലവനായിരിക്ക, നിന്റെ വീട്ടിൽ നിനക്ക് നല്ല കഴിവുണ്ടായിരിക്ക, പക്ഷെ ആ കഴിവ് നോക്കിയല്ല അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രികാലം അഭിഷേകം ചെയ്യുന്നത് നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളുടെ മുഖം കാണാനേ കഴിയത്തുള്ളൂ, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്ന ഒരു സർവശക്തിയുള്ള ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ചിലത് ചെയ്യുക, ചില വിടുതലുകൾ ചെയ്യുക, ചില നന്മകൾ ചെയ്യുക, ചില ദൈവപ്രവർത്തികൾ ചെയ്യുക. ഇന്ന് രാത്രിയിൽ അവന്റെ സ്പർശനം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സൗമേൽ ചോദിച്ചു, ഇന്ന് ഇവിടെ ആരുണ്ട്? ഒരു പക്ഷേ ഈശായി മനസ്സോട് പറഞ്ഞു കാണും, ഇനി ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ വെളിപ്പെടുത്താൻ ഈശായിക്ക് ഭയങ്കര മടിയാ. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വല്ലപ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ. അവൻ ആട്ടിടയൻ, ആടാടിനെ മേയ്ക്കുന്നവനാണ്. ഈശായി മനസ്സോട് പറഞ്ഞു, ഇനി ഒരുവനുണ്ട്. അവൻ ഇവിടെങ്ങുമില്ല, അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുക. സൗമേൽ പറഞ്ഞത് കേട്ടോ, അവൻ വന്നല്ലാതെ ഇവിടെ പന്തി ഭോജനത്തിനകത്തിരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നല്ല കൊഴുത്ത കാളയൊക്കെ അടുത്ത് ഒരു വലിയ ഭോജനം അവിടെ ഒരുക്കി വെച്ചിരിക്കുക. അവരെല്ലാം കൂടി അഭിഷേക തൈലം ഒരുത്തന്റെ മേൽ ഒഴിച്ചിട്ട് വീട്ടിനകത്തുള്ളവെല്ലാം കൂടി ചാപ്പാടും ഒക്കെ കഴിച്ച് അവിടെ ആനന്ദിക്കാനിരിക്കുക. പക്ഷെ ദൈവം പറഞ്ഞില്ല, ഇവിടെ ഭക്ഷണം നടക്കത്തില്ല. ഞാൻ ഒരുവനെ അഭിഷേകത്തിൽ കണ്ടിട്ടുണ്ട്. അവൻ കാട്ടിലായാലോ, അവൻ പട്ടണത്തിലായാലോ, അവൻ വനാന്തരങ്ങളിലായാലോ, അവൻ വന്നല്ലാതെ ഇവിടെ സന്തോഷം വെളിപ്പെടത്തില്ല. അവൻ വന്നല്ലാതെ ഇവിടെ ആനന്ദം വെളിപ്പെടത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബലമുള്ള രക്ഷിപ്പിക്കാൻ ദൈവം ലോകത്തിന് ബലഹീനമായി തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിന്റെ കുടുംബത്തിൽ പല ബലവാന്മാരുള്ളപ്പോ, നിന്റെ കുടുംബത്തിൽ പല സമ്പന്നന്മാരുണ്ടപ്പോ, വിദ്യാഭ്യാസമുള്ളപ്പോ, ഇന്ന് രാത്രി നീ പറ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ഒരു കണ്ണിന് പോലും ദൈവമില്ലാത്ത എന്നെ, എല്ലാവരും പുറംപറമ്പിൽ എന്നെ തള്ളിക്കളഞ്ഞ് എന്നെ എന്റെ ദൈവം വിളിച്ചു വേദനിച്ചു. അവന്റെ മക്കളാക്കി ദൈവം തീർത്തു, അവകാശിയാക്കി ദൈവം തീർത്തു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലോ അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ അമ്മാച്ചന്റെ മേൽ അഭിഷേകം വീഴാതിരുന്നപ്പോ, നിന്റെ ഉപ്പാപ്പന്റെ മേൽ അഭിഷേകം വീഴാതിരുന്നപ്പോ, നിന്റെ മേൽ ദൈവം അഭിഷേകം അടിച്ചത് നിനക്ക് ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ സഹോദരങ്ങളുടെ പലരുടെ മേലും അഭിഷേകത്തിന് തൈലം വീഴാതിരുന്നപ്പോ, പലരെയും അഭിഷേകത്തെ നിറയ്ക്കാതിരുന്നപ്പോ, അവരും ലോകത്തിന്റെ ചുറ്റുമ്പങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ, അന്യ ദൈവത്തെ സേവിച്ച് അന്യ ദൈവത്തിനു മുട്ടുമടക്കി രക്ഷിക്കണം പറഞ്ഞ് അന്യ ദൈവത്തിന് പുറകെ പോകുമ്പോ, ഇന്ന് രാത്രി പറയാൻ കഴിയൂ, എന്ത് യോഗ്യതയുണ്ടായിട്ടാ ജീവനുള്ള ദൈവത്തെ, ജീവനുള്ളവരുടെ ദേശത്ത് ഒരു പ്രാവശ്യം കൂടെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എന്റെ കർത്താവ് ഈ ഭൂപരപ്പിൽ തന്നതോർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. കുഞ്ഞേ, ഇതൊരു വലിയ ഭാഗ്യമാ. സഹോദരി, ഇതൊരു വലിയ ഭാഗ്യമാ. സഹോദര, ഇതൊരു വലിയ ഭാഗ്യമാ. ഒരിക്കലും ആർക്കും ലഭിക്കാത്തത് ദൈവം നമുക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദാവീദിനെ വരുത്തുവൻ പറഞ്ഞു. കാട്ടിനകത്തിൽ വനാന്തരങ്ങൾ ആടുകളെ മേയിച്ച ദാവീദിനെ വരുത്തി കഴിഞ്ഞപ്പോൾ ശൗമേലിന്റെ കയ്യിൽ നിന്ന് തൈലമെടുത്ത് ദാവീദിന്റെ തലയിൽ ഒഴിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പനും അമ്മയും സഹോദരങ്ങൾ കാണത്തക്ക രീതിയിൽ ദാവീദിനെ നടുക്ക് നിർത്തിയിട്ട് പ്രവാചകനിൽ വലിയ പ്രവാചകനായ ശൗമേൽ തൈലമെടുത്ത് ദാവീദിന് മേലൊഴിച്ചു. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അഭിഷേകത്തിന്റെ തൈലം വീഴാത്ത, ദൈവശക്തിയുടെ തൈലം വീഴാത്ത, ആത്മനിറവിന്റെ തൈലം വീഴാത്ത ആരെങ്കിലും ഹോളിനകത്തിൽ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ ആ തൈലത്തിന്റെ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പകരട്ടെ. ഈ 18ാമത്തെ രാത്രിയിലോ അഭിഷേകത്തിന്റെ നിറവിൽ, ദൈവശക്തിയുടെ നിറവിൽ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ ശക്തി ചിലരുടെ മേൽ പകരുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരുടെ അഭിഷേകം പ്രാപിക്കട്ടെ. സ്വർഗത്തിലെ പിതാവ്, പ്രവാചകനിൽ പ്രവാചകനായ, രാജാതി രാജാവായ, കർത്താതി കർത്താവായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ എന്റെ യേശു കർത്താവ്, ആ തൈലത്തിന്റെ കൊമ്പ്, ആ തൈലം ഇന്ന് രാത്രി നിന്റെ തലമേ ഒഴിക്കുന്ന രാത്രിയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദാവീദിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം വീണു. തൈലം ദാവീദിനെ ഒഴിച്ചു. ദാവീദിന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. ദാവീദിന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ദാവീദ് ശക്തനായി മാറി. ദാവീദ് പവറുള്ളവനായി മാറി. ദാവീദ് അഭിഷക്തനായി മാറി. ഇന്ന് രാത്രികാലം നിന്റെ മേൽ അഭിഷേകത്തിന് തൈലമുണ്ടോ? നീ സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാണ്. അസാധാരണ വ്യക്തിയാണ്. നിന്നെ കാണുമ്പോ ഈ ലോകം വിളിച്ചു പറയൂ, നീ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. നിന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു ദുരാത്മാവിനോ, ഒരു മന്ത്രവാദത്തിനോ, ഒരു 4ാം വേദത്തിനോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ഡുനാമിക്സിനേക്കാൾ പവറുള്ള, ഡൈനാമിറ്റിനേക്കാൾ പവറുള്ള ഒരു ദൈവശക്തിയാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. യേശുവിന്റെ നാമം. ആമേൻ, ഹല്ലേലൂയ. തൈലം അകത്തു വീണ ദാവീദ് ഒരിക്കൽ ആടുകളെ കൊണ്ട് പോയപ്പോ ഒരു സിംഹം നേരെ വന്നപ്പോ ദാവീദ് ഓടി മരത്തിന്റെ മുകളിൽ കയറിയില്ല. ദാവീദ് അറിയാ, എന്റെ അകത്തൊഴിച്ച അഭിഷേകം ഓടിപ്പോകാനുള്ളതല്ല, മരത്തെ കയറാനുള്ളതല്ല, നേരെ നിൽക്കാനുള്ളതാ, നേരെ നിൽക്കാനുള്ളതാ. ഇന്ന് രാത്രി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ആത്മാവിനെ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ മേൽ വീണ അഭിഷേകം പിശാചിനെ കണ്ട് ഓടിപ്പോകാനുള്ളതല്ല, മന്ത്രവാദിയെ കണ്ട് ഓടിപ്പോകാനുള്ളതാ. ഇന്ന് രാത്രി നീ നേരെ നിൽക്ക. ദൈവത്തിന്റെ ശക്തി ചില ദുഷ്ട ശക്തികളെ നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി വാതുകെട്ടി പോരാടുന്ന അന്ധകാര ശക്തിയെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah. Blood of Jesus, blood of Jesus, name of Jesus, name of Jesus, the power of the Holy Spirit, the name of Jesus. യേശുവിന്റെ നാമത്തിൽ. ഓ റമന സന്ദരാധന അധുര വൈഡ ജാതക സംഭവ. ഓ യേശുവിന്റെ നാമത്തിൽ. Holy Spirit, in the name of Jesus. Hallelujah, 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 hallelujah. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? തീങ്കൽ മെഴുക ഉരുകുന്നത് പോലെ ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുമ്പോ അന്ധകാര ശക്തികള് ഇന്ന് രാത്രി ഉരുകി മാറുകയാണ്. നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ട ശക്തികള് ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഉരുകി മാറുകയാ. Power in the name of Jesus. Power in the name of Jesus. Holy Spirit, Holy Spirit, യേശുവിന്റെ നാമത്തിൽ. ഓറബാല ശംബരദല, ഓറബാലബ ശംബരദല, ഉഡലബലബ ശംബരദല, റിബലബബ ശംബരദല, റിബലബ ശംബരദല. ഇന്ന് രാത്രി കത്തൽ നടക്കട്ടെ, ഇന്ന് രാത്രി കത്തൽ നടക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി,
ആത്മാവിന്റെ ശക്തി, ദൈവകരയുടെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അടിയണ്ടത് അടിയട്ടെ, ഉരുകണ്ടത് ഉടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. എന്റെ അപ്പനും അമ്മയും സഹോദരൻ കാണത്തക്ക രീതിയിൽ സ്വർഗമാണ് എന്നെ അഭിഷേകം ചെയ്തത്, സ്വർഗമാണ് എന്നെ അഭിഷേകം ചെയ്തത്. ഇന്ന് രാത്രിയിൽ പഴയ നിയമ അഭിഷേകത്തിന് ഇത്ര വലിയ പവർ ഉണ്ടെങ്കിൽ, പഴയ നിയമ അഭിഷേകം തേജസ്സിന്റെ ശുശ്രൂഷയാണെങ്കിൽ, അക്ഷരത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഇത്ര വലിയ പവർ ഉണ്ടെങ്കിൽ, പുതിയ നിയമ വിശ്വാസികളെ ഇത് തേജസ്സിന്മേൽ തേജസ്സേറിയതാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് തന്ന അഭിഷേകം അവസാന പാട്ടിന്റെ 2 പാട്ട് പാടി കൈയടിച്ച് നിർത്താനുള്ളതല്ല. നിനക്ക് തന്ന അഭിഷേകം ഏതൊരു സ്ഥലത്ത് വെറുതെ പറയാനുള്ളതല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ളതാ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാ, ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. വിശ്വസിക്കുക ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ജയമെടുക്കുകയാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷയുള്ള കാലത്ത് ഈ അഭിഷേകത്തിന് ഇത്ര പവർ ഉണ്ടെങ്കിൽ, ഇത്ര ശക്തി ഉണ്ടെങ്കിൽ, ആ ഭാഗം ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, പുതിയ നിയമ വിശ്വാസികളെ, ഈ അഭിഷേകം ഒരു പ്രവാചകനല്ല നമ്മുടെ മേൽ ഒഴിച്ചത്. പുതിയ നിയമ വിശ്വാസികള് ഈ തേജസ്സിന്റെ ശുശ്രൂഷയുള്ള, ഈ ആത്മാവിന്റെ ശുശ്രൂഷയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകനല്ല നമ്മുടെ മേൽ അഭിഷേകം ഒഴിച്ചത്, ഒരു പുരോഹിതനല്ല നമ്മുടെ മേൽ അഭിഷേകം ഒഴിച്ചത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല നമ്മുടെ മേൽ അഭിഷേകം ഒഴിച്ചത്. ഈ അഭിഷേകം ഒഴിച്ചത് സ്വർഗം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ഒരു വ്യക്തി തൈലമൊഴിച്ച് ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്തിട്ട് അത്ര വലിയ പവർ ഉണ്ടെങ്കിൽ, പുതിയ നിയമ അഭിഷേകം സ്വർഗം നേരിട്ട് തരുമ്പോ എന്തു വലിയ പവറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവമക്കളോട് പറയട്ടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പുതിയ അഭിഷേകത്തിന്റെ പവർ, ഇത് ദൈവത്തിന്റെ വലിയ ശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. കണ്ട് ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ്, ദൈവദാസരെ, പഴയ നിയമകാലത്ത് ഒരു സിംഹം ദാനിയേലിന്റെ നേരെ വന്നപ്പോ ദാനിയേൽ വലിച്ചു കീറിയല്ലോ. എന്താ പുതിയ നിയമകാലത്ത് സിംഹത്തെ വലിച്ചു കീറാത്തത്? ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത പറയാ, ഇത് നിന്നെ എന്ത് ചെയ്യുന്നു? സകല സത്യത്തിലും വഴി നടത്തുന്ന അഭിഷേകമാണ്. നീ പോകുന്ന വഴിക്ക് ഒരു സിംഹം നിനക്കെതിരെ പതിയിരിക്കുന്നെങ്കിൽ ഈ ആത്മാവ് പറയും, മോനെ നീ അതുവഴി പോണ്ടാടാ, അപ്പുറത്തൂടെ പോ. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, നിന്നെ തകർക്കാൻ ഏതെങ്കിലും ശക്തികൾ പതിയിരിക്കുന്നെങ്കിൽ ഈ ആത്മാവ് പറയൂ, എന്റെ കുഞ്ഞാടാ, നീ അതുവഴി പോണ്ട, നീ അപ്പുറത്തൂടെ പോ, നിന്നെ തകർക്കാൻ. ഹല്ലേലൂയ. നിന്നെ തൊടാ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി തെളിവുകൾ ഞാൻ പറയട്ടെ. ഒരിക്കൽ എന്റെ മൂത്ത മകൻ ഷോണ്, അവന് 2 വയസ്സുള്ള സമയത്ത്, 2 വയസ്സായില്ല, അവൻ നടക്കുന്ന ആ പ്രായമായപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിനകത്ത് കയറി. ഞാൻ വൈഫിനോട് ഞാൻ പുറത്തു വരെ പോകുക. കുഞ്ഞിനൊരു ഉമ്മ കൊടുത്ത് അവനെ ആ പെരയ്ക്കകത്ത് നിർത്തി. ഞാൻ കാറിനകത്ത് കയറി. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോ പെട്ടെന്ന് ദൈവാത്മാവനോട് പറഞ്ഞു, നീ കാറിന് വെളിയിലിറങ്ങാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാർ ഓഫ് ചെയ്തിട്ട് വെളിയിലിറങ്ങി. അതുവഴി കാറിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് കാറിന്റെ ബാക്കിലേക്ക് ചെന്നപ്പോ എന്റെ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് കാറിന്റെ ബാക്കിൽ നിൽക്കുക. ഞാൻ ആത്മാവ് പറയുന്നത് കേൾക്കാതെ ഞാൻ അതിനെ ധിക്കരിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത ദുഃഖം വെളിപ്പെട്ടേനുമായിരുന്നു. ഇന്ന് രാത്രി നമ്മളെ നയിക്കുന്നത് ഏതെങ്കിലും കുതന്ത്ര ശക്തിയല്ല, ഏതെങ്കിലും മന്ത്രവാദ ശക്തിയല്ല, ഏതെങ്കിലും ദുരാത്മാവിന്റെ ശക്തിയല്ല. നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ ജയം. Hallelujah, hallelujah, hallelujah,
ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവിന്റെ എം.എ. വർഗീസ് പറയുന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ പട്ടണ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഒരുപാട് എതിരുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വകവരുത്താൻ പലരും നോക്കി നിന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി അദ്ദേഹം കാർ ഓടിച്ചു വന്നപ്പോൾ അദ്ദേഹം അറിയാമോ, വീട്ടിലേക്ക് പോകാതെ വേറെ റോഡിൽ കൂടി കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചു പോയി. അങ്ങ് 5-6 കിലോമീറ്റർ ചെന്നപ്പോഴേ ഓർത്തത്, അയ്യോ എനിക്ക് ഈ വഴിയല്ലോ വേറൊരു വഴിയാണല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം പെട്ടെന്ന് കാറ് തിരിച്ച് അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് വന്ന് വീട്ടിൽ കയറി. പിറ്റേ ദിവസം സംഭവം മനസ്സിലായത്, അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ ചെറിയ ആൾക്കാര് കമ്പിവടിയും മാരകായുധം കൊണ്ട് അദ്ദേഹത്തിന്റെ വീടിനകത്ത് ഒളിഞ്ഞിരിക്കുമ്പോ പരിശുദ്ധാത്മാ പറയും, മോനെ നീ ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയിക്കോ. ഇന്ന് രാത്രിയിൽ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി നീ ഇവിടെ വന്നത് നിന്റെ കാറിന്റെ ബ്രേക്കിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ശക്തി പവർ കൊണ്ടല്ല, നിന്നെ നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു, സിംഹം വരണ്ട, സിംഹത്തെ മാറ്റുന്നവര്, കരടി വരണ്ട, കരണ്ടിയെ മാറ്റുന്നവന്, പുള്ളിപ്പുലി വരണ്ട, പുള്ളിപ്പുലിയെ മാറ്റുന്നവന്, ആന തുമ്പിക്കൊണ്ട് നേ വരണ്ട, നിന്നെ റൂട്ട് മാറ്റി പിടിച്ച് നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന ഒരാത്മാവാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഇത് തേജസ്സിന്മേ തേജസ്സേറിയ, ഇത് തേജസ്സിന്മേ തേജസ്സേറിയ ഓ ശുശ്രൂഷ മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ പ്രാപിച്ചത് അക്ഷരത്തിന് ശുശ്രൂഷയല്ല, ഞാൻ പ്രാപിച്ചത് ആത്മാവിന് ശുശ്രൂഷയ. എന്നെ നയിക്കുന്ന, എന്നെ ഗൈഡ് ചെയ്യുന്ന, എനിക്ക് ആലോചന പകർന്നുതരുന്ന, എന്നെ നയിക്കുവാൻ കഴിയുന്ന ഒരാത്മാവാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത്, എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Hallelujah. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാത്മാവ്, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാത്മാവ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കാനല്ല ഈ ആത്മാവ് നിന്നെ മേൽ പകർന്നത്, നിന്നെ പണിയാനാ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കാനല്ല ഈ ആത്മാവ് നിന്നെ മേൽ പകർന്നത്, നിന്നെ ശുശ്രൂഷ ഉയർത്തുവാൻ വേണ്ടിയാണ്. ഈ റിയാദ് പട്ടണത്തില് എന്റെ ദൈവം നിന്നെ ആത്മാവിൽ ഇവിടെ അയച്ചത്, ഇവിടെ നീ തകരാനല്ല, ഇവിടെ നീ പരാജയപ്പെടാനല്ല, ഇവിടെ നീറി പോകയാനല്ല. ഈ അഭിഷേകത്തിന്റെ ശക്തിയുമായി, ഈ ദൈവകൃപയുടെ ശക്തിയുമായി ഈ പട്ടണത്തിന് നെടുവേ കുറുകെ നീ യാത്ര ചെയ്യുമ്പോ നിന്നിൽ കൂടി വ്യാപരിക്കുന്ന, നിന്നിൽ കൂടി വെളിപ്പെടുന്ന ദൈവശക്തി, ദൈവശക്തിയുടെ വ്യാപാരം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ശക്തിയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് അത് ഡൈനോമിറ്റിനേക്കാൾ പവർ ഉള്ളതാ. ഡൈനോമിറ്റ് എന്തിനാ? പാറക തകർക്കാൻ ഉപയോഗിക്കുന്നത്. പാറക തകർക്കാൻ ഉപയോഗിക്കുന്ന ഡൈനോമിറ്റ്, ഡുനാമിക്സ്, ഡൈനോമിറ്റിനേക്കാൾ പവറുള്ള ദൈവശക്തിയാ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ഓ ഹല്ലേലൂയ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? ഓലപ്പാമ്പ് കണ്ട് നീ എന്തിനാ പേടിക്കുന്നത്? രാത്രിയിലെ ഭയത്തെയോ, പകൽ പറക്കുന്ന അസ്ത്രത്തെയോ, ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെയോ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴു, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദാവീദിന്റെ മുമ്പിൽ സിംഹം വന്നതുപോലെ എന്റെ മുമ്പിൽ സിംഹം വന്നില്ലല്ലോ മാസേ. വേണ്ട, നിന്റെ മുമ്പിൽ സിംഹം വരാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇസ്രായേൽ കൈനീട്ടി. പഴയ നിയമകാലത്ത് എന്ത് ചെയ്യുന്നു? അവര് കാടപ്പക്ഷി എന്ത് ചെയ്യുന്നു? കൈക്കകത്ത് വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. അവര് രാവിലെ ഇറങ്ങി മുറ്റത്തിറങ്ങി പെറുക്കിയെടുത്തു, മന്ന പെറുക്കിയെടുത്തു. അക്ഷരത്തിന്റെ കാലത്ത്, കല്ലിന്മേൽ ശുശ്രൂഷയുടെ കാലത്ത്, എണ്ണയൊഴിച്ച കാലത്ത് എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ നന്മ വെളിപ്പെട്ടെങ്കിൽ ഇതാ പ്രൈസ് ദി ലോർഡ്, നമ്മൾ പുതിയ നിയമകാലത്താണ്, ആത്മാവിന്റെ ശുശ്രൂഷയാണ്. നീ ബ്രിഡ്ജ് താന്നാൽ ബ്രിഡ്ജിനകത്തിൽ ചിക്കൻ കൊണ്ടുവെക്കാൻ കഴിയുന്ന ദൈവമാ എന്റെ ദൈവം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. തെളിവ് തരാ.
ശ്രദ്ധിച്ച ദൈവമക്കളെ, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു നല്ല സ്നേഹിതൻ പാസ്റ്റർ നിശാന്ത് പാസ്റ്റർ, അവിടെ ഏജിയിലെ സഭയുടെ ശുശ്രൂഷകനാ. എന്നെ ഭയങ്കര ഇഷ്ടം, ഞങ്ങൾ വർഷങ്ങളായി പരിചയമാണ്. ഞാനവിടെ താമസിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൈവദാസന്റെ ജോലി ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി. 3 മാസമായിട്ട് വലിയ ടൈറ്റിലാണ്, മുന്നോട്ടും കഴിയുന്നില്ല, ഇരുചവിക്ക് ആരും അറിയുന്നില്ല. ആ കട്ടപ്പാട് കഥ ഉള്ളിനൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുക. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സാബു എന്ന് പറഞ്ഞ ദൈവദാസനോട് ദൈവത്തിന് ആത്മാവ് ഇടപെട്ടു. ആ ദൈവദാസന്റെ വീട്ടിൽ എന്തോ കുറവുണ്ട്, പോരായ്മയുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് അദ്ദേഹം കൈ കൊണ്ട് വാങ്ങിക്കത്തില്ല, വേണ്ടാന്നേ പറയത്തുള്ളൂ. എന്തും അദ്ദേഹം തീരുമാനിച്ചിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓരോ ഐറ്റം എടുത്ത് വാങ്ങിച്ച് അദ്ദേഹം തോളിൽ കയറ്റി വെച്ചു. അദ്ദേഹം എന്ത് ചെയ്തറിയാമോ? കയറ്റി വെച്ചിട്ട് ദൈവദാസനെ വിളിച്ചിട്ട് ചോദിച്ചു, നിശാന്ത് പാസ്റ്റർ ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം ഞാനിപ്പോ വീട്ടിലുണ്ട്, പോകരുതേ, ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കാത്തിരിക്കുകയാണ്. ടാക്സി പിടിച്ചു നേരെ അനേക 1000 രൂപയുടെ സാധനം വാങ്ങിച്ച് ഈ ദൈവദാസ് എന്ത് ചെയ്യുന്നു? ഡോറിൽ ബെല്ലടിച്ചിട്ട് ഈ കവറെല്ലാം പറക്കി മുറിക്കകത്തെ കയറ്റി വെച്ചിട്ട് പെട്ടെന്ന് ടാക്സിയെ കയറിപ്പോയി. അവിടെ നിന്ന് അദ്ദേഹം സ്വീകരിക്കത്തില്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? പിറ്റേ ദിവസം സംഭവിച്ചത്, ഈ നിശാന്ത് എന്ന ദൈവദാസന് എന്തൊക്കെ സാധനം ഈ സാബു എന്ന് പറഞ്ഞ ദൈവദാസൻ വാങ്ങിച്ചു കൊടുത്തു, ആ സാധനങ്ങൾ ഒന്നും തെറ്റാതെ വേറൊരാള് ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദാസൻ എന്തൊക്കെ സാധനം ഈ ദൈവദാസന് വാങ്ങിച്ചു കൊടുത്തു, ഒന്നും തെറ്റാതെ, ഒരു അളവ് പോലും തെറ്റാതെ, ആ കറക്റ്റ് അളവില്, ആ കറക്റ്റ് തൂക്കത്തില് ഈ ദൈവദാസന് വേറൊരാൾ വാങ്ങിക്കൊടുത്തു. തീർന്നില്ല. നിശാന്തിന്റെ വൈഫിന്റെ പേര് ലിജോ എന്നാ. ലിജോ എന്നോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ദൈവദാസനെ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് 2 മാസമായി ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കയറിയിട്ടില്ല, ചിക്കൻ ഞങ്ങൾ കൂട്ടിയിട്ടില്ല. പക്ഷേ അന്ന് രാവിലെ സമയത്ത് ഫ്രിഡ്ജ് തുറന്നിരി നോക്കിയപ്പോ ഫ്രിഡ്ജിനകത്തൊരു ചിക്കൻ ഇരിക്കുന്നു. ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന ദൈവദാസന് ചോദിച്ചു, ചിക്കൻ വാങ്ങിച്ചു? ആ ദൈവദാസൻ, ഞാൻ ചിക്കൻ മാത്രം വാങ്ങിച്ചില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ആ ചിക്കൻ എടുത്ത് നോക്കിയപ്പോ അതിൽ വിലയില്ല, ഒരു കമ്പനിയുടെ പരസ്യമില്ല, ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ചിക്കന് ഫ്രിഡ്ജിനകത്തിൽ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതാ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. ഇന്ന് രാത്രി നീ കൈനീട്ടി പിടിക്കണ്ട, നിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടുതരുവാൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം പോകുന്ന രാത്രിയുടെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, തേജസ് ശുശ്രൂഷയാണ്. നമ്മുടെ മേൽ തൈലം ഒഴിച്ചല്ല, നമ്മുടെ മേൽ സ്വർഗം ഡയറക്റ്റ് അഭിഷേകം തന്നതാ. ഇന്ന് രാത്രി നമുക്ക് ബലപ്പെടാം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രിയിൽ വിശ്വാസമുണ്ട്? എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അവൻ മാറാനാഥ, അവൻ സർവശക്തനാണ്. ഇന്ന് രാത്രി സർവശക്തന്റെ സ്പർശനം അനുഭവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അനുഭവ സാക്ഷ്യങ്ങൾ വിളമ്പുവാൻ കഴിയോ? എണ്ണി പറയുവാൻ കഴിയോ? ദൈവദാസനെ, ദൈവം ചെയ്ത പ്രവർത്തികൾ ഒത്തിരിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വെളിയിലിറങ്ങി കാടയെ പിടിച്ചില്ല, ഞങ്ങൾ മുറ്റത്തിറങ്ങി മന്ന പറക്കിയില്ല. പക്ഷെ എന്തെങ്കിലും ഞങ്ങൾ അറിയാത്ത വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗമുണ്ട്. ഞങ്ങൾ ചിന്തിക്കാത്ത നേരത്ത്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, ഞങ്ങളുടെ ആത്മീയ ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, ഒന്ന് പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷ, കൃപാവരങ്ങൾ പ്രാപിച്ചവര് കൃപാവരത്തിൽ ജ്വലിക്കുക. ഒത്തിരി കൃപാവരത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സമയം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹമുണ്ട്. പൈസ മാസങ്ങൾ ശുശ്രൂഷിക്കുവാനുള്ളത് ദൈവാത്മാവിന്റെ കരത്തിൽ തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സമയം പോരാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രാപിക്കാത്തവര് ഈ ദിവസങ്ങൾ പ്രാപിക്കുക, പ്രാപിച്ചവര് ഈ ദിവസങ്ങൾ ജ്വലിപ്പിക്കുക. മനസ്സിലാക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്യാം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് രാത്രിയിൽ അസാധാരണ ദൈവ സാന്നിധ്യം, ഇതിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ.
ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം.